യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മയ്ക്ക് ഒരു പുഷ്പകിരീടം എന്ന ശലോം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു ചെറിയ സമർപ്പണ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഈ പ്രോഗ്രാമിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിലൂടെ അവിടുന്ന് ലോകത്തെ സഭയെ അനുഗ്രഹിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയെ പ്രത്യേകമായിട്ട് സഭയ്ക്കും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ കുടുംബങ്ങളെയും സഭയെയും ലോകത്തെയും എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ, അവിടുത്തെ ദൂതന്മാരുടെ സംരക്ഷണവും കാവലും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവിനെ പറ്റി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വില്യം വേർഡ്സ്വർത്ത് എന്ന യൂറോപ്യൻ കവി പരിശുദ്ധ മാതാവിനെ പറ്റി പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. അത് ഇങ്ങനെയാണ്: അധപ്പതിച്ച മനുഷ്യവംശത്തിൻ്റെ ഏക അഭിമാന പാത്രം. അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഞാനതിൻ്റെ മലയാള വിവർത്തനം പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റാരും പറയാത്ത, ഒരാത്മീയ നേതാവും പറയാത്ത മനോഹരമായ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മാതാവിൻ്റെയും മനുഷ്യവംശത്തിൻ്റെയും വ്യക്തമായ ചിത്രം വേർഡ്സ്വർത്ത് വരച്ചു വച്ചിരിക്കുകയാണ്. അധപ്പതിച്ച മനുഷ്യവംശം, അതാണ് ഒന്നാമത്തെ കാര്യം. മാതാവ് ഒഴികെ ബാക്കി എല്ലാവരും അധപ്പതിച്ചവരാണ് എന്ന് വെച്ചാൽ പാപത്തിൽ അധപ്പതിച്ചവരാണ് എന്ന് അർത്ഥം. എന്നാൽ ആ അധപ്പതനത്തിന് വിധേയപ്പെടാത്ത ഒരൊറ്റ മനുഷ്യ വ്യക്തിയെ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളൂ. ഇനിയിട്ട് വേറെ ജനിക്കാനും പോകുന്നില്ല. ആ ഏക മനുഷ്യ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധ മറിയം, യേശുവിൻ്റെ അമ്മ. അപ്പം അങ്ങനെ പാപത്തിൻ്റെ കറ പുരളാത്ത ഒരൊറ്റ മനുഷ്യ വ്യക്തി മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യ വ്യക്തി ഉണ്ട് താനും. ആ വ്യക്തിയാണ് കവി വിളിക്കുന്നത് അധപ്പതിച്ച മനുഷ്യവംശത്തിൻ്റെ ഏക അഭിമാന പാത്രം. ഈ ഏക അഭിമാന പാത്രത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് മാതാവ് അഭിമാന പാത്രമായി എന്ന് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. എലിസബത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ മറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എലിസബത്ത് ഇങ്ങനെ പറഞ്ഞു: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. പ്രിയപ്പെട്ടവരെ, മാതാവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ ആയി മാറിയത്, മാതാവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ ആയി മാറിയത് യേശുവിൻ്റെ അമ്മയായതുകൊണ്ടല്ല. പ്രത്യുത മാതാവ് എടുത്ത ചില തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമായിരുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ ദൈവഹിതപ്രകാരമുള്ള ചില തീരുമാനങ്ങൾ മാതാവ് എടുത്തത് കൊണ്ടാണ് യേശുവിൻ്റെ അമ്മയായതും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയായിട്ട് മാതാവ് മാറിയതും. ഈ മാതാവ് ഏറ്റവും അനുഗ്രഹീതയായ സ്ത്രീ ആയി മാറാനുള്ള ചില കാരണങ്ങൾ ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു വെച്ചത് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ലൂക്കാ 1:29 ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നാണ്. ഒരുപക്ഷെ നമ്മളതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം നോക്കുമ്പോൾ
നന്മയ്ക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ അഥവാ ഇംഗ്ലീഷ് വാക്ക് ഗ്രേസ് എന്നാണ്. കൃപ നിറഞ്ഞവള്, ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്, ദൈവവരപ്രസാദം കൊണ്ട് നിറഞ്ഞവള്. അതിൻ്റെ കൃത്യമായ വിവർത്തനമല്ല നന്മ നിറഞ്ഞവള് എന്നത്. അതിനേക്കാൾ വലിയ അർത്ഥമെന്നാണ് പൂർണ്ണമായിട്ട് ദൈവ കൃപ കൊണ്ട് നിറഞ്ഞവള്. നമ്മളിലെല്ലാവരിലും ദൈവകൃപയുണ്ട്. പക്ഷേ ദൈവകൃപ കൊണ്ട് പൂർണ്ണമായിട്ട് നിറഞ്ഞവരായിട്ട് നമ്മളിൽ ആരുമില്ല, ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല. ഒറ്റയാളെ ഉണ്ടായിട്ടുള്ളൂ, അത് പരിശുദ്ധ ദൈവമാതാവാണ്. കാരണം ജന്മപാപം പോലും ഇല്ലാതെ ജനിച്ചത് കൊണ്ട് കൃപയുടെ അളവിന് ഒരു കുറവും ഉണ്ടായില്ല മാതാവിൽ. കൃപയുടെ നിറവ് മാതാവിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മാതാവിൻ്റെ പ്രത്യേകത കർത്താവ് കൂടെയുള്ളവളാണ്. ഇതും ദൈവദൂതൻ പറഞ്ഞതാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. ഇപ്പം കർത്താവ് മറിയത്തോടു കൂടിയുണ്ട് എന്നതിനെ നമുക്ക് തിരിച്ച് ഇങ്ങനെയും പറയാം, മറിയം ദൈവത്തോടു കൂടിയുണ്ട്. അതായത് കർത്താവ് മറിയത്തോടു കൂടിയുണ്ട്, മറിയം കർത്താവിനോട് കൂടിയുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കർത്താവും മറിയവും ഒന്നിച്ചാണ് എപ്പോഴും, അവർ സഹവസിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധത്തിലാണ് മാതാവും ദൈവവും തമ്മിൽ പോകുന്നത്. അങ്ങനെ ഒരു ആത്മബന്ധം, ഒരിക്കലും പിരിയാത്ത ഒരു ആത്മബന്ധം, ഇത്ര ആഴമായ ഒരു ബന്ധം, കർത്താവ് ഇത്ര ശക്തമായി കൂടെയുള്ള മറ്റൊരു വ്യക്തി മാതാവല്ലാതെ മറിയമല്ലാതെ മറ്റൊരു വ്യക്തി ഇല്ല. ലൂക്ക 1:34 മറിയത്തിൻ്റെ മറ്റൊരു വിശേഷണം പറയുന്നുണ്ട്. മറിയം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളാണ്. തീരുമാനങ്ങൾ എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ നമുക്കൊരു 2-3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഒരു സെറ്റ് തീരുമാനങ്ങൾ വളരെ അപ്രധാനങ്ങളാണ്, നമ്മളെയോ മറ്റാരെയോ ഗൗരവമായിട്ട് ബാധിക്കുന്നതല്ല. പക്ഷെ അത്തരം തീരുമാനം എടുക്കാതെ നമുക്ക് പോകാനും പറ്റില്ല. ഉദാഹരണത്തിന്, ഇന്ന് അത്താഴത്തിന് എന്ത് കറി വെക്കണം എന്ന് എത്രയോ അമ്മമാർ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നു. എന്നോ പുറത്തേക്ക് പോകാൻ നേരത്ത് ഏത് ഷർട്ട് ധരിക്കണം, അല്ലെ ഏത് സാരി ധരിക്കണം, അല്ലെ ഏത് വസ്ത്രം ധരിക്കണമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണോ, വേണോ വേണ്ടയോ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൊച്ചു തീരുമാനങ്ങൾ. ഒരാളെ ഒന്ന് ഫോൺ വിളിക്കണോ, TV ഇപ്പം കാണണോ, ഓഫ് ചെയ്യണോ, കുടുംബ പ്രാർത്ഥനയെ കൂടണോ കൂടാതിരിക്കണോ, ഇട ദിവസം ഒന്ന് പള്ളിയിൽ പോകണോ വേണ്ടയോ, പത്രം വായിക്കണോ വേണ്ടയോ, ഇങ്ങനെ ഒരുപാട് കുഞ്ഞു തീരുമാനങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ ഓരോ ദിവസവും പോണത്. ആ തീരുമാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ ഗൗരവമായി ബാധിക്കുന്ന സ്വാധീനങ്ങളൊന്നുമില്ല. പക്ഷെ അതുകൂടാതെ പറ്റത്തില്ല. രണ്ടാമത്തെ ഒരു സെറ്റ് തീരുമാനം നമ്മുടെ ഭാവിയെ സംബന്ധിച്ചെടുക്കുന്ന ചില പ്രധാന തീരുമാനങ്ങളാണ്. ഉദാഹരണം, 10ാം ക്ലാസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഏത് കോളേജിൽ ഏത് സ്കൂളിൽ പഠിക്കണം, അല്ലെ ഏത് മെയിൻ സബ്ജക്റ്റ് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നു. +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഏത് കോളേജിൽ പഠിക്കണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നു. അല്ലെ എവിടേക്ക് പഠിക്കാൻ പറ്റണമെന്ന് മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ പോലെയുള്ള ഒത്തിരി തീരുമാനങ്ങൾ. അല്ലെ എന്ത് കൃഷി ചെയ്യണം, എന്ത് ബിസിനസ് ചെയ്യണം, ഒരു വണ്ടി വാങ്ങണമെങ്കിൽ ഏത് വണ്ടി ആയിരിക്കണം, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങൾ കുറേ കൂടി ഗൗരവമുള്ളതാണ്. കാരണം ആ തീരുമാനമനുസരിച്ച് നമ്മുടെ ഭാവി, നമ്മുടെ കൂടെയുള്ളവരുടെ ഭാവി വലിയ ഒരു പരിധി വരെ നിർണ്ണയിക്കപ്പെടും. മൂന്നാമത്തെ ഒരു സെറ്റ് തീരുമാനമുണ്ട്. ഞാൻ ആരായിരിക്കണം, എൻ്റെ മൂല്യബോധം എന്തായിരിക്കണം, എൻ്റെ വ്യക്തിത്വം എന്തായിരിക്കണം, എനിക്കൊരു ആത്മീയ ജീവിതം വേണമോ, എൻ്റെ ആത്മീയ ദർശനം എന്തായിരിക്കണം, എൻ്റെ ആത്മീയ ജീവിതശൈലി എന്തായിരിക്കണം, ദൈവത്തോടും എനിക്കുള്ള ബന്ധം എന്തായിരിക്കണം, ഞാനും ദൈവവും തമ്മിലുള്ള അടുപ്പം എങ്ങനെയായിരിക്കണം. ഇങ്ങനെ ഒരു സെറ്റ് തീരുമാനങ്ങൾ നമ്മളെടുക്കും, എല്ലാവരും എടുക്കുന്നുണ്ട്. ആ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നിർണായകമായിട്ട് സ്വാധീനിക്കുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് പോലും തീരുമാനിക്കുന്നത് ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ചിലപ്പോൾ നമ്മൾ നിർബന്ധിക്കപ്പെടും.
മാതാവ് ഈ മംഗളവാർത്തയുടെ സമയത്ത് അങ്ങനെ ഒരു നിർബന്ധത്തിന് കളമൊരുങ്ങി. നിനക്ക് ദൈവത്തിൻ്റെ അമ്മയാകാമോ എന്ന് ചോദിക്കുന്നു. ഇപ്പം തന്നെ മറുപടി പറയണം. ആലോചിക്കാൻ നേരമില്ല. മറ്റാരോടും അഭിപ്രായം ചോദിക്കാനും സാധിക്കുന്നില്ല. അപ്പം മറിയം എന്ത് ചെയ്തു? മറിയം ദൈവത്തോട് തന്നെ ആലോചന ചോദിച്ചു. ദൈവത്തോട് തന്നെ ആലോചന ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? എല്ലാ സംശയവും ദൈവദൂതൻ വഴി ചോദിച്ചു. അപ്പം അങ്ങനെ തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള കാര്യത്ത്, മനസ്സ് ആശയക്കുഴപ്പത്തിലായ സമയത്ത്, മനസ്സിൽ അവ്യക്തതയുള്ള സമയത്ത് മാതാവ് ചെയ്തത് വ്യക്തതയ്ക്ക് വേണ്ടി ദൈവത്തോട് ആലോചന ചോദിച്ചു. അപ്പം ദൈവം കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്തു. മറിയത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുത്തു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളി വരും. അതാണ് നിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് നമ്മൾ കാണുന്നത്, ഈ ദൈവം നൽകിയ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാൻ അഥവാ റിസീവ് ചെയ്യാനുള്ള ഒരു ആത്മീയ കൃപ മാതാവിനുണ്ടായിരുന്നു. നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം നമുക്ക് ആലോചന തരികയും ചെയ്താലും ദൈവം തരുന്ന ആലോചനയുടെ സിഗ്നലുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു ആധ്യാത്മികമായ ആൻറ്റീന, ഒരു ആത്മീയമായ ആൻറ്റീന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. ഒരു മൊബൈൽ ഫോണിലോ ഒരു റേഡിയോയിലോ ഒരു TV സെറ്റിലോ ഒക്കെ ഒരു ആൻറ്റീനയുണ്ട്. ആ ആൻറ്റീനയാണ് ഈ സിഗ്നലുകൾ പിടിച്ചെടുത്തിട്ട് ചിത്രങ്ങളും ശബ്ദങ്ങളുമൊക്കെ നമ്മളെ കേൾപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം നമുക്കൊരു ആലോചന തരികയും ചെയ്താലും ദൈവം തരുന്ന ആലോചനയുടെ സിഗ്നലുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു ആൻറ്റീന നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. മാതാവിന് ഏതായാലും അത്തരം ഒരു ആൻറ്റീന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം സംസാരിച്ചത് മാതാവ് പിടിച്ചെടുത്തു. അതാണ് നമ്മൾ കാണുന്നത്. അടുത്ത മാതാവിൻ്റെ പ്രത്യേകത ഇതാണ്. ദൈവഹിതം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ മറിയം അതങ്ങ് വിശ്വസിച്ചു. മറിയം അതങ്ങ് സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇതാണ് നിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം. ആ ഉത്തരത്തിൽ മാതാവ് അങ്ങ് ബോധ്യപ്പെട്ടു. പിന്നെ ചോദ്യമില്ല, കൺഫ്യൂഷനില്ല, ആശയക്കുഴപ്പമില്ല, തീരുമാനമെടുക്കാനുള്ള ചാഞ്ചാട്ടമില്ല. അടുത്തത് മാതാവ് ഉറച്ച ഒരു തീരുമാനമെടുക്കുകയാണ്. അതായത് ദൈവഹിതത്തിന്, വെളിപ്പെട്ട് കിട്ടിയ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പം നോക്കിക്കേ, മാതാവ് ജന്മം കൊണ്ട് പാപം ചെയ്യാതെ ജീവിച്ചു. പ്രസാരപരത്തിന് നിറവുണ്ടായിരുന്നു. ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം കൊടുത്ത ആലോചന പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ദൈവം ആലോചന തന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു. അതനുസരിച്ച് പെരുമാറുന്നു. ഇത്രയും കാര്യങ്ങൾ മാതാവ് ചെയ്തതുകൊണ്ടാണ് മാതാവ് യേശുവിൻ്റെ അമ്മയായതും അനുഗ്രഹീതയായതും അധപ്പതിച്ച മനുഷ്യവംശത്തിൻ്റെ ഏക അഭിമാന പാത്രമായതും. പ്രിയപ്പെട്ടവരെ, മാതാവും നമ്മളും തമ്മിൽ ഈ കാര്യത്തിലുള്ള അകലത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, എന്നിലും ദൈവകൃപയുണ്ട്, പരിശുദ്ധ മാതാവിലും ദൈവകൃപയുണ്ട്. പക്ഷെ എന്നിലുള്ള ദൈവകൃപയുടെ അളവ് എത്രയാണ്, മാതാവിലുള്ള ദൈവകൃപയുടെ അളവ് എത്രയാണ്? വലിയ അന്തരം നമുക്ക് കാണാൻ സാധിക്കും. മാതാവ് ദൈവകൃപ കൊണ്ട് നിറഞ്ഞവളായിരുന്നെങ്കിൽ ഞാൻ അല്പമായ ദൈവകൃപയിൽ ജീവിക്കുന്ന ആളായിരിക്കാം. ആ വ്യത്യാസം നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. 2, കർത്താവ് കൂടെയുള്ളവളായിരുന്നു മാതാവ്. അഥവാ മാതാവ് എപ്പോഴും കർത്താവിനോട് കൂടെയായിരുന്നു. നമ്മളും ദൈവത്തോടു കൂടിയും ദൈവം നമ്മോട് കൂടെയൊക്കെയാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പലപ്പോഴും ഞാൻ പറയാറുമുണ്ട്, നമ്മളൊക്കെ ഒരുപാട് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഗുസ്തി കളിച്ചിട്ടുള്ള മനുഷ്യരാണ്. പല ശക്തമായ പാപ സാഹചര്യങ്ങളും പ്രലോഭനങ്ങളും പ്രേരണകളും ഒക്കെ ഉണ്ടായിട്ടും പല പാപങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളോട് തന്നെ മസിൽ പിടിച്ചവളാ, ഗുസ്തി പിടിച്ചവരാ. മറ്റുള്ളവരുടെ വെറുപ്പ് പോലും ചിലപ്പോൾ സംബന്ധിച്ചവരാ നമ്മൾ. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, ദൈവം അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നു. എങ്കിലും മാതാവിൻ്റെ അത്രയൊന്നും നമ്മൾ ദൈവത്തോട് ചേർന്നിട്ടില്ല. അപ്പം നമ്മൾക്ക് ദൈവത്തോട് ഇതിനേക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കാൻ പറ്റും.
അഥവാ ദൈവത്തെ കുറേ കൂടി നമ്മളോട് ചേർത്ത് നിർത്താൻ പറ്റും. അതും നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. മൂന്നാമത്തെ പ്രത്യേകത, മറിയം ദൈവത്തോട് ആലോചന ചോദിച്ചു. എപ്പോഴാ? ഏറ്റവും ആശയക്കുഴപ്പമുണ്ടായ ഒരു സമയത്ത്, ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ട സമയത്ത് ദൈവത്തോട് ആലോചന ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ എന്നോട് തന്നെ ആലോചന ചോദിക്കാം, എനിക്ക് ചിന്തിക്കാം, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് ലോകപരിചയമുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള എല്ലാ സിദ്ധികളും എനിക്കുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് എന്നോട് തന്നെ ആലോചന ചോദിച്ച് എൻ്റെ ബുദ്ധിയിലും ചിന്തയിലും വരുന്ന കാര്യം മാത്രം എനിക്ക് തീരുമാനിച്ച് നടപ്പാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഒരു തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനം തെറ്റാന്ന് അധികം പേരും വിചാരിക്കുന്നില്ല. ഞാനെടുക്കുന്ന തീരുമാനം ശരിയെന്നാണ് മിക്കവാറും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ആൾ തിരിച്ചറിയുകയാണ്, അന്നത്തെ എൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന്, അത് കുറവുണ്ടായിരുന്നു എന്ന്. അപ്പം തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ അത് തെറ്റായ തീരുമാനമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന പോലുമില്ലെന്നുള്ളതാണ് ദുഃഖം. കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളത് തിരിച്ചറിയുക. എന്നോടൊരിക്കൽ ഇഷ്ടംപോലെ മദ്യപിച്ച് വഴക്കുണ്ടാക്കി പണം വെച്ച് ചീട്ട് കളിച്ച് വീടും പറമ്പും എല്ലാം വിറ്റ് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടൻ ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞ് വന്ന് ഒരു സങ്കടം പറഞ്ഞു. അതെന്നോട് പറഞ്ഞു ചെയ്താൽ, അച്ഛാ എനിക്കൊരു മണ്ടത്തരം പറ്റി. എന്താ ചേട്ടാ? അതെ അച്ഛാ, ഈ ധ്യാനം കൂടിക്കഴിഞ്ഞ് പെണ്ണ് കെട്ടിയാൽ മതിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടായപ്പോഴത്തേക്കും വയസ്സ് 60. പക്ഷേ അദ്ദേഹം മദ്യപിച്ചും പണം വെച്ച് ചീട്ട് കളിച്ചും പറമ്പും വീടും വിറ്റുമൊക്കെ നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ തെറ്റുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം അപ്പോഴും പറയുന്നു, ഞാനെടുത്ത തീരുമാനം ശരിയാ, നിങ്ങളാരോ ഉപദേശിക്കാൻ. അപ്പം ഇതുപോലെ നമുക്ക് ചിലപ്പോൾ പറ്റുക, നമ്മൾ തെറ്റായ മണ്ടത്തരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പലപ്പോഴും തെറ്റാണ് മണ്ടത്തരമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളോട് മാത്രം ആലോചന ചോദിച്ചാൽ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകാം. 2, മറ്റുള്ളവരോട് ആലോചന ചോദിക്കാം, നല്ലതാ. പക്ഷേ എപ്പോഴും മറ്റുള്ളവർ തരുന്ന ആലോചനയും ഏറ്റവും ശരിയായിരിക്കണമെന്നില്ല, ദൈവഹിതപ്രകാരമാകണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടി ഭർത്താവും എന്തോ വഴക്കുണ്ടാക്കി. അവൾ രാത്രിയിൽ, എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ടല്ലോ, രാത്രിയിൽ അവർ മാതാപിതാക്കളെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ വഴക്കുണ്ടാക്കി, എന്നോട് വഴക്ക് പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഉടനെ മാതാപിതാക്കളെ പെൺകുട്ടിക്ക് ഉപദേശം കൊടുക്കുക, മോള് രാവിലെ പെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോരെ, പെട്ടിയെടുത്ത് പോരെ. അങ്ങനെ ആ പെൺകുട്ടി പെട്ടിയെടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയി. ഭർത്താവ് തിരിച്ചു പോയില്ല വിളിക്കാൻ, വീട്ടുകാരെ തിരിച്ച് വിളിക്കാൻ പോയില്ല. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് തിരിച്ച് വീട്ടിൽ പോകണമെന്നുണ്ട്, മാതാപിതാക്കൾ അവരെ കൊണ്ടയാക്കണമെന്നുണ്ട്. പക്ഷേ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതാ, അവർ വിളിക്കുന്നുമില്ല, അങ്ങോട്ട് കയറി ചെല്ലത്തുമില്ല. ഓക്കെ, സ്വയം എടുത്ത തീരുമാനം പറ്റി, കൊടുത്ത ഉപദേശവും തെറ്റി. അപ്പം അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോടും കൂടി ആലോചന ചോദിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തി തരും. മൂന്നാമത്തെ ഒരു പ്രത്യേകത, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദൈവഹിതം സ്വീകരിക്കാനുള്ള ഒരു ആൻറ്റീന മാതാവിലുണ്ടായിരുന്നു. നമുക്ക് ദൈവം തരുന്ന വെളിപ്പെടുത്തലുകൾ ദൈവഹിതം തിരിച്ചറിയാനും വിഭജിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു ആത്മീയമായ ആൻറ്റീന, ഒരു റിസീവിങ് കപ്പാസിറ്റി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ല. ചിലപ്പോഴൊക്കെ അതുണ്ടാകും, ചിലപ്പോൾ അത് ഇല്ലാതെ വരും. അപ്പം അത് നമുക്ക് മാതാവും നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, മാതാവ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അതങ്ങ് വിശ്വസിച്ചു. നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കും, ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. അത് നമ്മുടെ പ്രത്യേകത. ഈ ധ്യാനമൊക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ചില മനുഷ്യർക്ക് നമുക്ക് ചില സന്ദേശങ്ങളൊക്കെ തരില്ലേ, ആ സന്ദേശം നോക്കിയാൽ ചിലരത് അതേപടി വിശ്വസിച്ച് നടപ്പാക്കും, ചിലരത് പൂർണ്ണമായിട്ടും അവിശ്വസിക്കും, ചിലരത് സംശയിക്കും. അങ്ങനെയൊക്കെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതം വിശ്വസിക്കാനും സ്വീകരിക്കാനും നമുക്കത് മാത്രം പറ്റുന്നുണ്ട്. അവസാനമായിട്ട് ആ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതത്തോട് പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിലപ്പോൾ നമുക്ക് സാധിക്കും,
ചിലപ്പോൾ നമുക്ക് സാധിക്കാതെ വരും. കുറെ കൂടി ദൈവഹിതത്തിന് സമർപ്പിക്കാനുള്ള ഒരു 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 ആത്മീയമായ ശക്തി നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സഭയെപ്പറ്റിയും ചിന്തിക്കാം. ഈ സഭയിൽ സത്യം പറഞ്ഞാൽ സഭ ഒരു സമൂഹമെന്ന നിലയ്ക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ മനസ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റും. സഭയുടെ അധികാരികൾക്ക് ഒക്കെ ചിന്തിക്കാൻ പറ്റും, വൈദികർക്ക് ചിന്തിക്കാൻ പറ്റും, സന്യാസ സഭയിലെ അധികാരികൾക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും. സത്യത്തിൽ നമ്മൾ പൂർണ്ണമായും ദൈവഹിതം അന്വേഷിച്ച് അതനുസരിച്ചാണ് പോകുന്നത്. എല്ലാവർക്കും ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുകയും അത് പൂർണ്ണമായി വിശ്വസിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാവർക്കും ദൈവഹിതം ബോധ്യപ്പെട്ട് കിട്ടുന്നു. അഥവാ ചിലരിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതം ബാക്കി എല്ലാവരും അംഗീകരിക്കുന്നു, അത് നടപ്പാക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ വന്നാലും പ്രശ്നമുണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിലും സഭയിലും കുടുംബത്തിലുമൊക്കെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം വഴക്കുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം കലഹങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ ചിന്തിക്കണം. പ്രധാനപ്പെട്ട കാര്യം ഇതാ. ഒന്നെങ്കിൽ അതിലാർക്കും ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് ചിന്തിക്കുന്നു, അവനവൻ്റെ വഴിക്ക് തീരുമാനിക്കുന്നു, അവനവൻ്റെ വഴിക്ക് പ്രവർത്തിക്കുന്നു. അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചിലർക്ക് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്, ചിലർ ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്, ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അവരിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതം അംഗീകരിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറല്ല. അങ്ങനെ വരുമ്പോഴും ആ സമൂഹത്തിൽ ഐക്യമുണ്ടാവില്ല. കാരണം വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതം അംഗീകരിക്കാൻ, സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരുള്ളപ്പോൾ അവിടെയും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകും. മൂന്നാമത്തെ ഒരു കാര്യം, അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതത്തിന് സമർപ്പിക്കാനുള്ള മനസ്സാണ്. ആ മനസ്സില്ലെങ്കിലും ദൈവഹിതമാണെന്നൊക്കെ അറിയാം, പക്ഷെ അതിന് സമർപ്പിക്കാനുള്ള മനസ്സില്ലെങ്കിലോ? മാതാവ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന ഉത്തരം കിട്ടി, അതിലൂടെ എൻ്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് പറഞ്ഞപ്പോഴോ എനിക്ക് കാര്യമൊക്കെ ശരിയാ, എനിക്ക് ബോധ്യം വന്നു, പക്ഷെ എനിക്ക് മനസ്സില്ല എന്ന് മാതാവ് പറഞ്ഞിരുന്നെങ്കിൽ മാതാവ് അധപ്പതിച്ച മനുഷ്യപരിശുദ്ധ ഏക അഭിമാനപാത്രം ആപത്തിലായിരുന്നു, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയായി മാറത്തിലായിരുന്നു, യേശുവിൻ്റെ അമ്മയായി മാറത്തിലായിരുന്നു. ഇന്ന് ഈ മറിയത്തെപ്പറ്റി നമ്മൾ കേൾക്കുക പോലുമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതത്തിന് സമർപ്പിക്കാനുള്ള ഒരു നല്ല മനസ്സും കൂടി കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സഭാ സമൂഹങ്ങളും ഒക്കെ വേണം. നമ്മുടെ ഒരു ഇടവകയിലെ പാരിഷ് കൗൺസിലോ അല്ലെങ്കിൽ പൊതുയോഗമോ ഒക്കെ നമ്മളെടുത്ത് നോക്കിക്കേ, അവിടെ ദൈവഹിതം കണ്ടെത്താനുള്ള ഒരു ശക്തമായ പരിശ്രമമുണ്ടോ? ദൈവഹിതം കണ്ടെത്താൻ കഴിവുള്ള കൃപയുള്ള വ്യക്തികളുണ്ടോ? അവരിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതത്തിന് സ്വീകരിക്കാൻ അവിടെയുള്ളവർ തയ്യാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ പാരിഷ് കൗൺസിലെ വഴക്കുണ്ടാകും, ചർച്ചകളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ദൈവഹിതം വെളിപ്പെട്ട് കിട്ടിയാൽ അതിനങ്ങ് സമർപ്പിക്കും. അങ്ങനെ ദൈവഹിതം വെളിപ്പെട്ട് അന്വേഷിക്കുകയും ബോധ്യപ്പെടുകയും അതിന് സമർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ സഭയിൽ നമ്മളിന്ന് കാണുന്ന പോലെയുള്ള വഴക്കുകളുണ്ടാകുമോ? തർക്കങ്ങളുണ്ടാകുമോ? പ്രശ്നങ്ങളുണ്ടാകുമോ? തിരാട കിടക്കുന്ന പ്രതിസന്ധികളുണ്ടാകുമോ? സഭയുടെ മുഖം ഇങ്ങനെ മോശമാവുമോ? ആളുകൾ സഭയെ എങ്ങനെ വിമർശിക്കാൻ കാരണമാവുമോ? ഇത്രയും പേര് സഭയിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണമാവുമോ? ഒത്തിരി പേര് വിശ്വാസം ഉപേക്ഷിക്കാൻ കാരണമാവുമോ? അപ്പോൾ സഭയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതാണ്, ഈ സഭ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഈ ദൈവഹിതം കണ്ടെത്തുന്നതിൽ എല്ലാവരും അങ്ങോട്ട് വിജയിക്കുന്നില്ല. ഒന്നെങ്കിൽ ഈ ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതത്തോട് കൂടിച്ചേരാൻ, അംഗീകരിക്കാൻ, സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോഴും പ്രശ്നമുണ്ടാകും. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിക്കട്ടെ? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതാർക്ക് വേണ്ടിയിട്ടാണ്? പണ്ടാരോട്ടെ പറഞ്ഞ പോലെ ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് നാളെ നമ്മളങ്ങ് പോകും. എന്തിട്ടിട്ടാണ് പോണത്? എന്താ നമ്മൾ കൊണ്ടുപോകാൻ പോണത്? അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ സഭ സജീവമാകേണ്ടത് നമ്മളിലൂടെയാണ്. ഈ സഭയുടെ മുഖം നന്നാകേണ്ടത് നമ്മളിലൂടെയാണ്. സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് നമ്മളിലൂടെയാണ്.
ഈ സുവിശേഷ പ്രഘോഷണം 3 തരത്തിൽ ആവശ്യമാണ്. ഒന്ന്, നിലവിലുള്ള വിശ്വാസികളെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ വചനപ്രഘോഷണവും ആത്മീയ ശുശ്രൂഷകളും ആവശ്യമാണ്. 2, സഭയിൽ നിന്ന് അകന്നുപോയവരെ, വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവരെ, കൂദാശ ജീവിതത്തിൽ നിന്ന് അകന്നുപോയവരെ സഭയിലേക്ക്, കൂദാശ ജീവിതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആത്മീയ ശുശ്രൂഷകളും വചനപ്രഘോഷണവും ആവശ്യമാണ്. 3, ഇന്നും യേശുവിൽ വിശ്വസിക്കാത്ത ആളുകളെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും സുവിശേഷ പ്രഘോഷണവും ആത്മീയ ശുശ്രൂഷകളും ആവശ്യമാണ്. നമ്മൾ ഈ വഴക്കൊക്കെ കൂടി ഈ തീരുമാനമാകാത്ത പ്രശ്നങ്ങളിങ്ങനെ നടക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ഞാനങ്ങ് ചുരുക്കി പറയാം. 1, ആലയ്ക്ക് പുറത്തുള്ളതിനെ ആലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നം. 2, ആലയ്ക്കകത്തുള്ളതും കൂടി ആലയിൽ നിന്ന് പുറത്തേക്ക് പോവുക. 3, ഈ ആലയ്ക്ക് അകത്ത് ഒരിക്കലും ആകാതിരുന്ന ആളുകളെ ഈ ആലയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ പരാജയപ്പെടുന്നു. ഞാൻ പറയാം, ആലയ്ക്ക് പുറത്തു പോയതിനെ തിരികെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആലയിൽ ഉള്ളത് തന്നെ ദേഷ്യം പിടിച്ച് ഇഷ്ടക്കേട് തോന്നി ആലയ്ക്ക് പുറത്തേക്ക് പോകണം. എല്ലാ കാലത്തും പുറത്തു നിന്നവരെ ആലയിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണിത്? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബഹളം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ തർക്കം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ? ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല. ഇതുകൊണ്ട് എന്ത്? ആരെന്തും കൊണ്ട് എങ്ങോട്ട് പോകും? അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമർപ്പണ പ്രാർത്ഥന നടത്തിക്കൊണ്ട് മാത്രമൊന്നായില്ല, നമ്മുടെ മനസ്സുകൊണ്ട് സമർപ്പണം ഉണ്ടാക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് ദൈവഹിതത്തെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം വേണം. ആ ദൈവഹിതം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിനെ കൂടി ദൈവഹിതം കണ്ടെത്താനും അത് സ്വീകരിക്കാനും അത് സമർപ്പിക്കുവാനുമുള്ള ഒരു ട്യൂണിങ്ങിലേക്ക് കൂടി നമ്മളൊന്ന് തയ്യാറാക്കണം. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ മധ്യസ്ഥതയും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും സഭയോടും ലോകം മുഴുവനോടും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്ന് വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാനപ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ,
എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഹോശാന ഹല്ലേലൂയ, 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 ഹോശാന ഹല്ലേലൂയ. കർത്താവേ, സ്വർഗത്തിൽ അവിടുന്ന് മഹിമയുടെ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭ അവിടുത്തെ കണ്ണുകൾക്കുണ്ട്. ആ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ മാലാഖമാർ സാഷ്ടാംഗം വീണ് കിടന്ന് ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധൻ എന്ന് പാടിക്കൊണ്ട് അങ്ങയെ നിരന്തരം സ്തുതിക്കുകയാണ്. അതേ ദൈവമാണ് നിർജീവമായ ഒരു ഓസ്തികയുടെ രൂപത്തിൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നത്. ഈ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്ന സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയുള്ള കണ്ണുകളുള്ള ആ ദൈവത്തെ വിശ്വാസത്തിൽ ഞാൻ കാണുന്നു. ഈ അൾത്താരയ്ക്ക് ചുറ്റും അങ്ങയെ ആരാധിച്ചുകൊണ്ട്, അങ്ങയെ പാടി സ്തുതിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണ് കിടക്കുന്ന അനേക മാലാഖമാരെ ഞാൻ കാണുന്നു. കർത്താവേ, മാലാഖമാരുടെ ആ സമൂഹത്തോട് ചേർന്ന് ഞാനും അങ്ങയെ പാടി സ്തുതിക്കുന്നു. മാലാഖമാർ പരിശുദ്ധരാണ്, പരിശുദ്ധമായ അധരങ്ങളുള്ളവരുമാണ്. എന്നാൽ ഞാനും എന്നോടൊപ്പം അങ്ങയെ ആരാധിക്കുന്ന സർവ മനുഷ്യരും അശുദ്ധമായ അധരങ്ങളുള്ളവരും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ കൂടെ വസിക്കുന്നവരുമാണ്. ഓ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ബലഹീനതകളും എൻ്റെ പാപങ്ങളും എൻ്റെ അശുദ്ധിയുമെല്ലാം ഞാൻ തിരിച്ചറിയുന്നത്. കർത്താവേ, പ്രവാചകനെ അവിടുന്ന് വിശുദ്ധീകരിച്ചതുപോലെ ഇപ്പോൾ അവിടുത്തെ വചനം കൊണ്ട്, ആത്മാവ് കൊണ്ട് എന്നെയും വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ മുമ്പിലായിരിക്കുവാനും അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുവാനും എനിക്കൊരു അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് അശുദ്ധമായ അധരത്തോടും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ കൂട്ടത്തിലും സ്വർഗത്തിൽ സകല മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയെ പാടി സ്തുതിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുന്ന ഒരു ദിവസം ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യം അവിടെയാണ്. അവിടെ നിന്നാണ് ഞങ്ങളോട് പറഞ്ഞത്, മരിക്കുമ്പം ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, എന്തെന്നാൽ മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. കർത്താവെ, മരിച്ച് സ്വർഗത്തിലെത്തുന്നവരെ മാത്രമാണ് ഭാഗ്യവാന്മാർ എന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു. കർത്താവെ, ഞങ്ങളിൽ ചിലരെങ്കിലും സ്വയം കരുതുന്നത് ഞങ്ങൾ നിർഭാഗ്യവാന്മാരാണെന്നാണ്. കാരണം ഞങ്ങൾക്ക് ആരോഗ്യമില്ല, ഞങ്ങൾക്ക് സൗന്ദര്യമില്ല,
ഞങ്ങൾക്ക് വേണ്ടത്ര ബുദ്ധിയും കഴിവുകളുമില്ല, വേണ്ടത്ര സാമ്പത്തിക സ്ഥിതിയില്ല, സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളോ സ്വാധീനങ്ങളോ ഇല്ല. അവരുടെയൊക്കെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു ജീവിതമാണ് ഞങ്ങളിൽ പലരുടെയും. കർത്താവെ, അതൊക്കെ കാണുമ്പോൾ സ്വയം ചിന്തിച്ചു പോകുന്നു, ഞാനൊരു നിർഭാഗ്യവാനും നിർഭാഗ്യവതിയുമാണ്. എന്നാൽ കർത്താവെ, അവിടുന്ന് പറയുന്നു, അവരെ ഭാഗ്യവാന്മാരെന്നോ മറ്റുള്ളവരെ നിർഭാഗ്യവാന്മാരെന്നോ പറയാൻ വരട്ടെ. മരിച്ച് ആരുടെ ആത്മാവ് സ്വർഗത്തിലെത്തുന്നവോ അവരാണ് ഭാഗ്യവാന്മാർ. കർത്താവെ, ആ നിർവചനം വെച്ച് ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ എന്നെ തന്നെ ഉൾപ്പെടുത്തി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ശ്രമിക്കുകയാണ്. അന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്ന സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ട് കർത്താവെ, ഞാനും ഒരു ഭാഗ്യവാനാണ്, ഞാനും ഒരു ഭാഗ്യവതിയാണ്. കർത്താവെ, സ്വർഗത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ എന്നെ സഹായിക്കുവാനായി അവിടുന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയെ സ്ഥാപിച്ചു. സഭയിലെ മാമോദീസ, കുമ്പസാര, രോഗിലേപനം, മറ്റ് കൂദാശകൾ, പ്രാർത്ഥനകൾ, ആത്മീയ അനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം വഴി അവിടുന്ന് എന്നെ സ്വർഗത്തിലേക്ക്, വിശുദ്ധരുടെ സമൂഹത്തിലേക്ക്, ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഈ ലോകത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും പരിമിതികളും ഇല്ലായ്മകളും ഉണ്ടെങ്കിലും രോഗങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കർത്താവെ, സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്ന തിരിച്ചറിവ് എൻ്റെ മനസ്സിനൊരു ആശ്വാസവും ഒരു പ്രത്യാശയും ഒരു സന്തോഷവും ഒക്കെ തരുന്നുണ്ട്. കർത്താവെ, ആ സന്തോഷം കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും മനസ്സുകളെ നിറയ്ക്കണമേ. ആ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നൽകുന്ന ഒരു ആത്മനിവൃത്തി കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന സഭയെ ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ച് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകരെയും സഭയുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും ഓർത്ത് കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കാലത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷ തന്നെ അനേകരുടെ അടുത്തെത്തിക്കുന്ന ശാലോം ടെലിവിഷനെ ഓർത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ആരാധന ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ, ലോകത്തിന് അനുഗ്രഹമാകട്ടെ, സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, സ്വർഗത്തിലായിരിക്കുമ്പോഴും ഞങ്ങളെപ്പറ്റി കരുതലുള്ള, ശ്രദ്ധയുള്ള, സ്നേഹത്തോടെ ഞങ്ങളുടെ അടുത്ത് ഇടപെടുന്ന പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കാണുകയാണ്. അമ്മ, ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ ഞങ്ങൾ കാണുകയാണ്. ആ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ പ്രത്യേക മധ്യസ്ഥ ശക്തിയുണ്ടല്ലോ. ഏറ്റവും വലിയ വിശുദ്ധ അങ്ങ് തന്നെയാണ്. അമ്മയുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എളിയവരായ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കൂടി ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. സദയം സ്വീകരിച്ച് അവ ഈശോയുടെ അടുത്ത് സമർപ്പിച്ച് ഞങ്ങൾക്ക് ലോകത്തിനും സഭയ്ക്കും ആവശ്യമായ ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ഈ ആരാധനയിലൂടെയും തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം വാങ്ങിത്തരണമേ എന്ന് അമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഒരു കവിയാണല്ലോ അങ്ങയെപ്പറ്റി എഴുതിയത്. അതപ്പതിച്ച മനുഷ്യവംശത്തിൻ്റെ ഏക അഭിമാന പാത്രമാണ് അവിടെ നിന്ന്. കാരണം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപം ചെയ്യാതെ ജീവിച്ചു പരിശുദ്ധാത്മാവിനാൽ പൂരിതയായിരുന്നു യേശുവിൻ്റെ അമ്മയായി. അങ്ങനെ ഒരാളെ ഉള്ളു ലോകത്തിൽ, ഒരാളെ മാത്രമേ ഉള്ളൂ, അത് അമ്മയാണ്. അമ്മയുടെ ആ മഹത്വത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവെ, പരിശുദ്ധ മാതാവിനെ സാക്ഷി നിർത്തി
ഞാൻ പല സ്ത്രീകളോടും ചോദിച്ചിട്ടുണ്ട്, മാതാവിന് കിട്ടിയ ഈ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളത് സ്വീകരിക്കുമായിരുന്നോ? നിങ്ങളുടെ പേരിൽ പള്ളി ഉണ്ടാകും, നിങ്ങളുടെ പേരിൽ തീർത്ഥാടന കേന്ദ്രമുണ്ടാകും, നിങ്ങളുടെ പേര് അനേക മനുഷ്യർക്കുണ്ടാകും, നിങ്ങളെല്ലാ തലമുറയും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ആ അവസരം സ്വീകരിക്കുമായിരുന്നോ എന്ന് അനേക സ്ത്രീകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കർത്താവേ, ഒരാൾ പോലും ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ല. അവരെല്ലാം പറഞ്ഞത് എനിക്ക് വേണ്ട എന്നാണ്. ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ ഒരു അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ടാന്ന് പറയുന്നത്? അവരെന്നോട്ട് പറഞ്ഞ മറുപടി എങ്ങനെയാ? ആകെപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ, അത് കഷ്ടപ്പാട് കണ്ണുനീരുമായി കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് എവിടെ പള്ളി ഉണ്ടാക്കിയിട്ടെന്താ, ആരെൻ്റെ പേരിൽ പേരിട്ടിട്ടെന്താ, ആരെന്നെ ഭാഗ്യവതെന്ന് പ്രവർത്തിച്ച് എനിക്കെന്താ ഗുണം? എനിക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കളയാൻ എനിക്ക് മനസ്സില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. കർത്താവേ, അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് മാതാവിൻ്റെ സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സ്വയം കൊടുക്കലിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈശോയുടെ അമ്മയാകാൻ തീരുമാനിച്ച സമയം മുതൽ സ്വന്തമായിട്ടൊന്നും ബാക്കി വെക്കാതെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി നൽകി. ഒരേ ഒരു ജീവിതമേ മാതാവിനും ഉണ്ടായിരുന്നുള്ളൂ. ആ ജീവിതമാണ് മാതാവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി വ്യയം ചെയ്തത്. അതുകൊണ്ട് അവിടുന്ന് ഭാഗ്യവതിയായി മഹത്വത്തിൽ വസിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെപ്പറ്റി കരുതലും സ്നേഹവുമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിനെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. മാതാവിനോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് അശുദ്ധമായ അധരത്തോടുകൂടി, അശുദ്ധമായ അധരമുള്ളവരോട് ചേർന്ന് നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ട്, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിക്കാം. കർത്താവെ, ഞങ്ങളെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന സമയത്ത് സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് നമുക്ക് പാടാം. യേശുവേ നന്ദി. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിക്കും താതനെ ആരാധിക്കുന്നു. ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിക്കും താതനെ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സ്തുതികളും നന്ദിയുമെല്ലാം അവിടുന്ന് സ്വീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അല്പസമയം ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, പാപികളായ മനുഷ്യരുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
പരിശുദ്ധ മാതാവ് അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവഹിതം എന്തെന്ന് അന്വേഷിച്ച് അത് ബോധ്യപ്പെട്ട് അതനുസരിച്ച് ജീവിതം സമർപ്പിച്ചപ്പോഴാണല്ലോ. കർത്താവേ, ഞങ്ങൾക്കുള്ള പ്രധാന പരാജയങ്ങൾ അവിടെയാണ്. ഒന്ന്, ദൈവഹിതം കണ്ടെത്തുവാൻ ഞങ്ങൾ പലപ്പോഴും പരിശ്രമിക്കാറില്ല. രണ്ട്, ദൈവഹിതം കണ്ടെത്താൻ പരിശ്രമിച്ചാലും ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള ആത്മീയമായ ഒരു ആൻറ്റീന ഞങ്ങളുടെ ജീവിതത്തിലില്ല. മൂന്ന്, ദൈവഹിതം വെളിപ്പെട്ട് കിട്ടിയാലും പലപ്പോഴും അതിന് സമർപ്പിക്കുവാനുള്ള ഒരു മനസ്സും ഞങ്ങൾക്കില്ല. ഇവിടെ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചും മറ്റുള്ളവർ പറയുന്നത് കേട്ടുമൊക്കെ ഓരോ തീരുമാനങ്ങളെടുത്ത് ഓരോന്ന് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ഇടവകളിലും ഞങ്ങളുടെ സഭയിലുമൊക്കെ പല കാര്യത്തിലും അഭിപ്രായ ഐക്യമില്ല എന്ന് മാത്രമല്ല, പല കാര്യത്തിലും തർക്കങ്ങളും വഴക്കുകളും ഭിന്നതകളുമൊക്കെ നടക്കുകയാണ്. കർത്താവേ, ദൈവഹിതം കണ്ടെത്തുവാനും ദൈവത്തോട് ആലോചന ചോദിക്കുവാനും വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതത്തിന് സമർപ്പിക്കുവാനുമുള്ള ഞങ്ങളുടെ മനസ്സുകേട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് സമ്മതിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു കുറവാണെന്ന് സമ്മതിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥ പലപ്പോഴുമുണ്ട്. എപ്പോഴും എന്നിട്ട് ഞങ്ങൾ സ്വയം ന്യായീകരിക്കും, മറ്റുള്ളവരെ കുറ്റം പറയും, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കും. കർത്താവേ, സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവഹിതം അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ആത്മീയമായ ആൻറ്റീന ഞങ്ങളിലുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെളിപ്പെട്ട് കിട്ടുന്ന ദൈവഹിതത്തിന് അത് ഞങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമോ അനുകൂലമാകട്ടെ സമർപ്പിക്കാൻ, അത് സ്വീകരിക്കാൻ, അത് നടപ്പാക്കാനുള്ള ഒരു ആത്മീയ എളിമയ്ക്ക് വേണ്ടി, വിനയത്തിന് വേണ്ടി, വിധേയത്വത്തിന് വേണ്ടി, സമർപ്പണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടായാൽ തന്നെ ലോകത്തിൽ യുദ്ധങ്ങൾ മാറിപ്പോകും, വഴക്കുകൾ അവസാനിക്കും, തർക്കങ്ങൾ ഇല്ലാതാകും, സഭയിലെ ഭിന്നതകൾ മാറിപ്പോകും, കുടുംബത്തിലെ കലഹങ്ങൾ അവസാനിക്കും, സമൂഹത്തിലെ ഒരുപാട് അസ്വസ്ഥതകൾക്കത് പരിഹാരമായി തീരും. പക്ഷേ കർത്താവേ, ദൈവഹിതം അന്വേഷിക്കാൻ മനസ്സില്ല, ദൈവത്തോട് ആലോചന ചോദിക്കാൻ മനസ്സില്ല, ദൈവം സംസാരിക്കുന്നത് പിരിച്ചെടുക്കാനുള്ള കഴിവില്ല, വെളിപ്പെട്ട് കിട്ടിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സും ഞങ്ങൾക്കില്ല. കർത്താവേ, അതുകൊണ്ട് ഈ മേഖലകളിൽ ഒരധിക ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സർവ്വ മനുഷ്യരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാധികാരികളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമൂഹങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്യാസ സമൂഹങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവക സമൂഹങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവഹിതം അന്വേഷിക്കുന്നവരാക്കി, ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാക്കി ഞങ്ങളെല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആ ഒരു വലിയ കൃപ ഈ സമർപ്പണത്തിലൂടെ, ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ ലോകത്തിന് അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരത്തിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. സ്വന്തം വഴിക്ക് പോകാനുള്ള താല്പര്യത്തോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ഞങ്ങളുടെ അഹങ്കാര ചിന്തയ്ക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുന്നത് നാണക്കേടോ തോൽവിയോ ആയി കരുതുന്ന ഞങ്ങളുടെ ദുർബലമായ മാനസിക അവസ്ഥയ്ക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ദൈവഹിതം കണ്ടെത്തുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ്, പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് വിജയമെന്ന് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുക. കർത്താവേ, ആ ബോധ്യം ഞങ്ങൾക്ക് തരണമേ. അതിനായി ഞങ്ങളുടെ ആത്മാവിലൂടെ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അതുകൊണ്ട് ലോകത്തിനൊരു മാനസാന്തരം നൽകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപികൾക്ക് മാനസാന്തരം നൽകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഗോള സഭയ്ക്കൊരു പുതിയ ഉണർവും കൂട്ടായ്മയും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു പ്രവർത്തനം
എല്ലാ സഭകളിലും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പന്തക്കുസ്ത അനുഭവം വീണ്ടും ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വീണ്ടും അഗ്നി ഇറങ്ങുന്ന അനുഭവം ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരെയും തീപിടിപ്പിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ പരിശുദ്ധാത്മാവ് തീപിടിപ്പിക്കട്ടെ. സഭാധികാരികളെ പരിശുദ്ധാത്മാവ് തീപിടിപ്പിക്കട്ടെ. വൈദികരെ പരിശുദ്ധാത്മാവ് തീപിടിപ്പിക്കട്ടെ. സമർപ്പിതരെ പരിശുദ്ധാത്മാവ് തീപിടിപ്പിക്കട്ടെ. ആത്മീയ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് തീപിടിപ്പിക്കട്ടെ. ക്രൈസ്തവ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് തീപിടിപ്പിക്കട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും സമർപ്പിച്ചു ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് അഗ്നി വർഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തീയിലെല്ലാം മാലിന്യങ്ങൾ കത്തി ദഹിച്ചു പോകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെയും പരിശുദ്ധാത്മാവ് കത്തി ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെറുപ്പിനെ കത്തി ദഹിപ്പിക്കണമേ. സ്വാർത്ഥതയെ കത്തി ദഹിപ്പിക്കണമേ. അഹങ്കാരത്തെ കത്തി ദഹിപ്പിക്കണമേ. ഭിന്നതയുടെ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണമേ. സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എളിമ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വിനയം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വിധേയത്വം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവാത്മാവിനെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മാതാവ് വഴി ഈ ലോകത്തെയും സഭയെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. മാതാവേ, ലോകത്തിൻ്റെ മേൽ അഗ്നി വർഷിക്കാൻ പ്രാർത്ഥിക്കണമേ. സഭയുടെ മേൽ അഗ്നി വർഷിക്കാൻ പ്രാർത്ഥിക്കണമേ. സഭാധികാരികളെ അഗ്നി വർഷിക്കാൻ പ്രാർത്ഥിക്കണമേ. എല്ലാ ശുശ്രൂഷകരിലും അഗ്നി വർഷിക്കാൻ പ്രാർത്ഥിക്കണമേ. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളുടെ മേലും അഗ്നി വർഷിക്കാൻ പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആംസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു പ്രാർത്ഥന മാതാവ് തന്നെ നൽകി. ആ പ്രാർത്ഥന ഗാനരൂപത്തിലാക്കിയിട്ടുണ്ട്. താതൻ്റെ ഏകകുമാര എന്ന പാട്ട്. നമ്മളിപ്പോൾ ആ പാട്ട് പാടാൻ പോവുകയാണ്. ആ പാട്ട് പാടുന്നതിന് മുമ്പ് അത് നമ്മുടെ ഒരു പ്രാർത്ഥനയാക്കി നമ്മൾ മാറ്റണം. ഈ ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, കത്തോലിക്ക സഭയെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പാടുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഏറ്റെടുക്കാൻ വേണ്ടി, എല്ലാവരിൽ നിറയുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവ് എല്ലാവരോടും സംസാരിക്കുന്നതിന് വേണ്ടി, എല്ലാവർക്കും ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി, അത് സ്വീകരിക്കാനുള്ള അഭിഷേകം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ കരങ്ങളിൽ ഈ ലോകത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കരങ്ങളിൽ ഈ ലോകമുണ്ടെന്ന് വിശ്വസിച്ച് നമ്മുടെ കരങ്ങളിൽ ലോകത്തെ എടുത്തു പിടിക്കാം. സർവ്വ മനുഷ്യരെയും സഭയെയും എല്ലാം ഉയർത്തിപ്പിടിക്കാം. മാതാവ് വഴി നമുക്ക് പ്രാർത്ഥിക്കാം. താതൻ്റെ ഏകകുമാര അങ്ങനെ പുത്രനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കണമേ എന്ന് ആ പാട്ട് പാടിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുമാര രക്ഷകനാമീശുനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദിവ്യാത്മാവ് ഞങ്ങൾ തന്നെ സർവജനത്തിൻ ഹൃദയത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃദയത്തിൽ. ഈ ആത്മാവിൻ ശക്തിയാ ധാർമ്മികത പതനം, യുദ്ധങ്ങൾ ദുരന്തങ്ങളും നീങ്ങട്ടെ ഭൂമിയിൽ നിന്നും. യേശുവിൻ അമ്മയായ സർവജനത്തിൻ നാഥ, ഞങ്ങൾ തൻ അഭിഭാഷകയാ പ്രാർത്ഥിച്ചിടട്ടെ. മാതാവേ,
അമ്മയുടെ മധ്യസ്ഥതയ്ക്കും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ ഞങ്ങളോടൊപ്പം അമ്മയും പ്രാർത്ഥിക്കണമേ. സമാപന ഗാനം ആലപിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിന് നമുക്ക് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാം സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ മാതാവേ നിൻ സുതനീശോയേ എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു.